ഹായ് ഫ്രണ്ട്സ്, ഞാനിന്ന് നബിദിനത്തിൻ്റെ ഒരു കുട്ടി വ്ളോഗായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ആദ്യം തന്നെ എൻ്റെ വീഡിയോ കാണുന്ന എല്ലാവർക്കും നബിദിനാശംസകൾ നേരുന്നു. അപ്പോൾ നബിദിനായിട്ട് ഞാൻ കുറച്ച് സേമിയ പായസം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. ഇതുപോലത്തെ എന്തെങ്കിലും സ്പെഷ്യലായിട്ടുള്ള ദിവസങ്ങളിൽ എന്തെങ്കിലും സ്പെഷ്യലായിട്ട് ഉണ്ടാക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഫുഡ് എന്തായാലും നമുക്ക് പള്ളിയിൽ നിന്ന് നബിദിനത്തിൻ്റെ ചോറ് കിട്ടുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഫുഡൊന്നും ഉണ്ടാക്കേണ്ട ആവശ്യം വരുന്നില്ല. പിന്നെ മറ്റൊരു സന്തോഷമുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ നബി ജനിച്ച റബീഉൽ അവ്വൽ 12 തന്നെയാണ് ഞാനും ജനിച്ചത്. അപ്പോൾ ഈ ഒരു ദിവസം ആ ഒരു സന്തോഷം കൂടി എനിക്കുണ്ട് കേട്ടോ. അപ്പം ഞാൻ ജനിച്ച അറബി മാസം റബീഉൽ അവ്വൽ 12ഉം ഇംഗ്ലീഷ് മാസം ഓഗസ്റ്റ് 9ഉം ആയിരുന്നു. സാധാരണ നമ്മൾ ബർത്ത്ഡേ ആയിട്ട് കണക്കാക്കുന്നത് ഇംഗ്ലീഷ് മാസത്തിലെ ഡേറ്റ് അല്ലേ. അപ്പോൾ ഉമ്മച്ചിയും അപ്പച്ചിയും പറയാറുണ്ട് കേട്ടോ, നീ അറബി മാസത്തിലെ ഡേറ്റ് തന്നെ ബർത്ത്ഡേ ആയിട്ട് നിൻ്റെ കണക്കാക്കിയാൽ മതി എന്നൊക്കെ. പിന്നെ കുറേ പേര് കമൻറ്റിലൂടെയൊക്കെ ചോദിക്കാറുണ്ട് കേട്ടോ എൻ്റെ ശരിക്കും പേരെന്താണെന്ന്. അപ്പോൾ എൻ്റെ പേരിൻ്റെ പുറകിലും ചെറിയൊരു ട്വിസ്റ്റ് ഉണ്ട് കേട്ടോ. അതെന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഉമ്മച്ചിയൊക്കെ പറയാറുണ്ട് ഉമ്മച്ചിയുടെ വീട്ടിൽ കൂടുതലും പെൺകുട്ടികളാണ്. ആ ഉമ്മച്ചി വിചാരിച്ചിട്ടുണ്ടായിരുന്നത് ഉമ്മച്ചിക്കും കൂടുതൽ പെൺകുട്ടികളായിരിക്കുന്നതാണ്. അപ്പോൾ അങ്ങനെ ഇരിക്കും ഉമ്മച്ചിക്ക് ആദ്യം ഉണ്ടായത് 2 ആൺകുട്ടികളാണ്. അപ്പോൾ ഉമ്മച്ചി പറയും മൂന്നാമത്തേന് എന്തായിരിക്കും വീണ്ടും ആൺകുട്ടി ഉണ്ടാവോ എന്നുള്ളൊരു പേടിയിലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് മൂന്നാമത്തത് പെൺകുട്ടി ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നബിയുടെ ഉമ്മയുടെ പേര് ആമിന എന്നിട്ടേക്കാന്ന് ഉമ്മച്ചി നേർന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഞാനുണ്ടായപ്പോൾ എനിക്ക് ആമിന എന്ന് പേരിട്ടു. പിന്നെ സ്കൂളിലൊക്കെ ചേർത്തപ്പോൾ അമീന എന്ന് ആക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഫാമിലി ഉള്ളവരും വീട്ടിലെല്ലാവരും എന്നെ ആമിന എന്ന് തന്നെയാണ് കേട്ടോ വിളിക്കുന്നത്. പിന്നെ മദ്രസയിലൊക്കെ ആമിന എന്ന് തന്നെയായിരുന്നു. പിന്നെ സ്കൂളിലെ സർട്ടിഫിക്കറ്റിലൊക്കെ അമീന എന്നായിരുന്നു പേര്. അപ്പോൾ അങ്ങനെ കഥ പറഞ്ഞപ്പോഴത്തേക്കും പായസം റെഡി ആയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇഷാനാനെയും ഫൗസാനും ഞാൻ ജസ്റ്റ് നബിദിനായതുകൊണ്ട് ഫൗസാന് ഷർട്ടും മുണ്ടുമായിട്ട് ഇടിയിച്ചിട്ടുണ്ടായിരുന്നു. ഇഷാനാക്ക് ഞാനൊരു കുട്ടി പർദ്ദ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ ആദ്യം ഇഷാനാക്കൊരു കുപ്പായം മോഡൽ സ്റ്റിച്ച് ചെയ്യാമെന്നായിരുന്നു വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ ഞാൻ പർദ്ദ തന്നെ ആക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ പർദ്ദ സ്റ്റിച്ച് ചെയ്തതാണ്. പിന്നെ മിക്കവരും ഇവരുടെ വയസ്സ് ചോദിക്കാറുണ്ട്. ഫൗസാന് 4 വയസ്സും ഇഷാന് 1.25 വയസ്സുമാണുള്ളത്. അപ്പോൾ അങ്ങനെ ഒരു കുളിപ്പിച്ച് ഡ്രസ്സൊക്കെ ഇടിച്ചിട്ട് കുറച്ച് ഫോട്ടോസും പിന്നെ അതുപോലെ തന്നെ വീഡിയോ ക്ലിപ്സൊക്കെ എടുക്കുകയാണ്. പിന്നെ മിക്കവരും ഇവളുടെ വീഡിയോസും ഒക്കെ കാണുമ്പോൾ മിക്കവരും ചോദിക്കാറുണ്ട് ഇവൾ നന്നായിട്ട് നിന്ന് തരുന്നുണ്ടല്ലോ, ഈസി ആണല്ലോ എന്നൊക്കെ പറയാറുണ്ട്. പക്ഷെ ഭയങ്കര പാടാണ് കേട്ടോ. അവൾ ഫോട്ടോ അല്ലെങ്കിൽ വീഡിയോ എടുക്കാതെ നിന്ന് കഴിഞ്ഞാൽ ഒരു സ്ഥലത്ത് നിൽക്കില്ല, ഓടി ഓടി നടക്കലാണ് പണി. പിന്നെ ചില വീഡിയോസിലൊക്കെ ഞാൻ സ്ലോ മോഷനിലൊക്കെ ആയിട്ട് എടുക്കുമ്പോഴാണ് കുറച്ചെങ്കിലും ആളെ കിട്ടുന്നത്. പിന്നെ ഇതുപോലെ ഷോളൊന്നും ഇട്ട് നിൽക്കാൻ പറ്റുമെന്ന് ഞാൻ ഒട്ടും വിചാരിച്ചില്ല കേട്ടോ. ഇവൾ തലയിൽ എയർബോ തന്നെ വെക്കാൻ ഭയങ്കര മടിയുള്ള ആളാണ്. അപ്പം ഞാൻ തലയിലെ ക്യാപ്പ് ഇട്ടിട്ട് നന്നായിട്ട് കെട്ടിയിട്ട് ഷോളും ഇതുപോലെ 2 സൈഡിലേക്ക് കൊടുത്തിട്ട് ബാക്കിലേക്ക് കെട്ടി വെച്ചേക്കാം കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഇതുപോലെ വലിയ കുഴപ്പമില്ലാണ്ട് ഇരിക്കുന്നത്. പിന്നെ ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്തിട്ടില്ലാത്തവർ ഫോളോ ചെയ്യാം കേട്ടോ. അങ്ങനെയാണെങ്കിൽ ഇവരുടെ കുട്ടി കുട്ടി വീഡിയോസും ഫോട്ടോസൊക്കെ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. ഇപ്പോൾ യൂട്യൂബിലൊക്കെ ഇടുമെന്ന് പറയുമ്പോൾ നമുക്ക് മ്യൂസിക്കിന് കോപ്പിറൈറ്റ് വരും, അങ്ങനത്തെ പ്രശ്നങ്ങളുണ്ട്. പക്ഷെ നമുക്ക് ഇൻസ്റ്റയിലൊക്കെ ആകുമ്പോഴത്തേക്കും ഏത് മ്യൂസിക് വേണമെങ്കിലും ഇടാം. അപ്പം അങ്ങനെ നമുക്ക് വീഡിയോസിനൊക്കെ കുറച്ചും കൂടി ഭംഗി കൂട്ടാൻ പറ്റും. അപ്പം ഞാൻ ഇവരുടെ എടുത്ത വീഡിയോസ് ഞാനൊരു ചെറിയ വീഡിയോ ആക്കിയിട്ട് ഞാൻ ഇൻസ്റ്റയിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ ജസ്റ്റ് കണ്ടു നോക്കുക. അപ്പോൾ വീഡിയോ എടുക്കലും ഫോട്ടോസ് എടുക്കലൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ നബിദിനത്തിൻ്റെ ചോറ് കഴിക്കാൻ പോവാണ്. തേങ്ങാച്ചോറ് ഇറച്ചിയായിരുന്നു കേട്ടോ പള്ളിയിൽ നിന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നത്. മിക്കപ്പോഴും ഫൗസാനും ഇഷാനും വാരി കൊടുത്തതിന് ശേഷമാണ് ഞങ്ങൾ കഴിക്കുന്നത്. അല്ലെങ്കിൽ അവിടെ മൊത്തം അലമ്പാക്കിയിടും. അപ്പോൾ അതുകൊണ്ട് ഫസ്റ്റ് ഇവർക്ക് തന്നെ കൊടുത്തിട്ട് ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചു.
പിന്നെ വാരി കൊടുക്കുമ്പോൾ ഇവർക്ക് ഒരുമിച്ചാണ് കേട്ടോ വാരി കൊടുക്കൽ. അതാവുമ്പോൾ ഒരാൾ കഴിഞ്ഞ ഒരാൾ മത്സരിച്ച് കഴിച്ചോളും. അപ്പോൾ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ഞങ്ങൾ പായസം കുടിക്കാൻ പോവാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്.